ഞാൻ ആരുടെ ലൈഫിലോട്ട് കയറി വരുന്നുണ്ടോ? ഇയാളെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കുന്നു. എന്തിനാണത് എനിക്ക് അറിയത്തില്ല. ചോദിച്ചു മേടിച്ചതാ സാറേ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത? അല്ല, ഞാൻ എന്ത് ചെയ്താലും അത് പ്രശ്നം. എനിക്കൊന്ന് ചിരിക്കാൻ പറ്റത്തില്ലേ? നിനക്കിത് വേണം. ഞാൻ സുധിച്ചേട്ടന്റെ മരണത്തിന്റെ ദിവസം ഞാനൊന്ന് എന്റെ വർക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ലേ? ഇതെന്താ ഇത്ര കുറ്റം? സുധിച്ചേട്ടൻ എന്റെ ഭർത്താവല്ലേ, നാട്ടുകാരുടെ ഭർത്താവൊന്നും അല്ലല്ലോ. സുധിച്ചേട്ടൻ നിങ്ങളുടെ ഭർത്താവാണ്, എല്ലാം സംഗതിയൊക്കെ ശരിയാണ്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പക്ഷെ ആ സമയത്ത് അത് ഇപ്പോഴും ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. ഞാൻ 24 മണിക്കൂർ കരഞ്ഞോണ്ട് എനിക്ക് പറ്റത്തില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. കരഞ്ഞോണ്ടിരിക്കാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പെണ്ണിന്റെ ചൊടിപ്പണ്ടില്ലേ? അങ്ങനൊന്നുമില്ല, അതൊരു ചടങ്ങാണ്, അത് ഒരു അഭിനയമാണ്. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? താങ്കൾ ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. ഉണ്ണിയെ കണ്ടാൽ അറിയാവല്ലോ. അത്ര പെട്ടെന്ന് ഒരു പ്രൊവോക്കേഷൻ വന്നത് എവിടെ നിന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിനക്കൊക്കെ എന്തിന്റെ ക്രമീകടിയാ? ചേച്ചിയുടെ അത് എന്താ വീഡിയോസ് കാണുന്നതിനേക്കാൾ കൂടുതൽ കമന്റ്സ് ആണ് മനുഷ്യന്മാര് വായിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ഓരോന്നിങ്ങനെ കുത്തിപ്പൊങ്ങുന്നത്. ഇതിൽ പല സന്തോഷമുള്ള ഒരു കാര്യം കേൾക്കാനില്ല. എനിക്ക് നെഗറ്റീവ് കിട്ടിയാലും സന്തോഷമാണ്, പോസിറ്റീവ് കിട്ടിയാലും ഹാപ്പിയാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. നെഗറ്റീവ് കിട്ടിയാൽ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. ഫ്ലാഷ് ബാക്ക്. ഇത് എന്റെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നത്. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. കരച്ചിൽ നാടകം ഇറക്കി ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാനായിരുന്നു പുള്ളിക്കാരിയുടെ ശ്രമം. നെഗറ്റീവ് കിട്ടിയാൽ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. പിന്നെയും പറ്റിപ്പാണല്ലേ. എന്നാന്നറിയത്തില്ല, മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് ഓരോ നെഗറ്റീവ്സ്. നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. തൊലിക്കട്ടി വേണം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. നെഗറ്റീവ് ഇഷ്ടപ്പെടുവാണോ? അതെ, ഇഷ്ടപ്പെടുവാണ്. എന്തൊരു തള്ളണത്, നമ്മളെന്തിനാണ് തള്ള കേൾക്കണത്? വെറുതെ ചിരിപ്പിക്കരുത്. എന്താ നെഗറ്റീവിനോട്? അങ്ങനെയാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഓരോരോ ഒരു ഊർജ്ജമാണ് നെഗറ്റീവ്സ്. അതൊരു പുതിയ അറിവാണല്ലോ. അതുപോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ചേച്ചി എന്ത് ഡ്രസ് ഇട്ടാലും കുറ്റവാ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക. എനിക്ക് തുണി കൊടുക്കാൻ നല്ല തമാശ. ഇതീ വേണോ? ഈ ടൈപ്പാണോ? മതിയായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും ഇനി ഡ്രസ് ഇടാൻ നടന്ന കുറ്റം കാണും അവര്? ഇതിനൊരു നാണല്ലേ. ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അടി വയ്ക്കാണ്. എങ്ങനെയാ ചേച്ചി, എങ്ങനെയാ ജനങ്ങളോട് ചോദിച്ചു ഡ്രസ് ഇടാതെ നടന്നാലോ? ഡ്രസ് ഇടാതെ വന്നാലും കുറ്റം പറയുമോ? അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാൻ മോശം. അല്ലെങ്കിൽ എന്താ കാണിക്കുന്നത് ചേച്ചി? വയറ് കാണിച്ചു. എന്തൊരു ദാരിദ്ര്യോടെ. അതൊക്കെ അത്ര നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ നിന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കാം. ഇതിലും വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. അത് ചുമ്മാ കാണിക്കുവല്ലേ, കൊണ്ടുവരുത് പൊക്കി കാണിക്കുവല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. അയ്യോ, അറിയില്ല എന്ന് പറയരുത് മാഡം. പക്ഷെ മേഡം ആരാണെന്ന് പച്ചയ്ക്ക് പറയാൻ വിഷമമുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ തരാം. സാമിയേ, എന്തോ ഇപ്പൊ എന്തിനേതിനൊരു ക്ലൂ ഉണ്ടല്ലോ. അപ്പൊ മേഡം ആരാണെന്നുള്ളൊരു ക്ലൂ കൊടുക്കല്ലേ? കൊടുക്കാലോ. അതാണ് നീ പടക്കം. ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതെന്റെ ജോലിയുടെ ഭാഗമാണ്, ഞാൻ കാണിച്ചു. ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട് വന്നു. ലിപ് ലോക്കും വേണേ ചെയ്യും. ലിപ് ലോക്ക് ചെയ്യത്തില്ല. ചേച്ചി പറയുന്നത് കേട്ടു, ലിപ് ലോക്ക് ചെയ്യാൻ വേണം, പക്ഷെ ചുണ്ടും തമ്മിൽ ഇങ്ങനെ ഉരുമി വേണമെങ്കിലും ഒന്ന് അഭിനയിക്കാം. ഉരുമിന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്ന് പോയേ, ഞാൻ അങ്ങനല്ലേ പറഞ്ഞേ. ആഞ്ജനേയ സ്വാമി. അപ്പൊ ചേച്ചിക്ക് ഈ കുറച്ച് എക്സ്പോസ് ആയിട്ടൊന്നും അഭിനയിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല? ഒരു പ്രശ്നമില്ല. ഞാനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഈ വയറ് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പോസ് അല്ലേ ഇപ്പോഴത്തെ എത്രയോ നടിമാരല്ലേ അങ്ങനെ കഷ്ടം. പിന്നെ എന്തുകൊണ്ടാ എന്താ രേണു ചേച്ചിനെ മാത്രം അത്തരത്തിൽ? അതാ ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിന്റെ കൊമ്പുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ്. എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത്? വല്ലാത്ത ഒരു. എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? എന്തോന്ന് അഭിനയിക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അല്ല, അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. എന്താ ഒരു ക്യാരക്ടർ വന്നാ ഇങ്ങനെ വെക്കേണ്ട വന്നാൽ ഞാൻ പണ്ടത്തെ എത്രയോ നടിമാർ വലിയ പ്രശസ്തയായത് ഈ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടോ ഒന്നും അല്ലല്ലോ.
അവരുടെ കഴിവ് കൊണ്ടാണ് ഞാൻ പ്രശസ്തയാവാൻ നോക്കിയില്ലല്ലോ. ഇയാള് കിടന്ന് ഉരുളണ്ട. അപ്പം ഞാൻ ചോദിക്കുന്നത് ചേച്ചി പ്രശസ്തിയാകാൻ വേണ്ടിയാണോ ഈ എക്സ്പോസ് ആണ്? അല്ല അല്ല, നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. ഞാനൊരു ചേച്ചിയുടെ കഴിവിൽ ചേച്ചിക്ക് വിശ്വാസമില്ലേ? ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്ന വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ് ഇപ്പം. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. കുറച്ച് മോഡലിംഗ് ചെയ്തോണ്ട് ഞാൻ മോഡലും കൂടെ ഞാനത് പറയുന്നു. പറ്റുന്ന പണിക്ക് പോയാ പോരാ. വൈഫിന് നിങ്ങളെ പൂർണ്ണ വിശ്വാസമാണ്? വിശ്വസിച്ച് ഒരു സംശയവും ഇല്ല. ലെവലേശം പുറകോട്ട് പോകുകയല്ല? ഇല്ല. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഒരു കോൾ ചെയ്യാൻ പറ്റുമോ വൈഫിന്? ആ ഭാര്യയെ വിളിച്ചിട്ട് നിങ്ങളെ വാഗമണിൽ വെച്ചൊരു മോശം ഞങ്ങൾ തന്നെ വിളിച്ചിട്ട് പറയാം. അല്ലല്ല, അത് നമുക്ക് വിളിക്കാം. നമ്മുടെ ഇവിടെ നാളുണ്ടല്ലോ, വിളിക്കാം. ഇത് പ്രശ്നമാകും. ചാനലിൽ നമ്മൾ വിളിക്കുകയാണ്, ഇന്ന പോലെ നിങ്ങളെ വളരെ ഒരു മോശം സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താലോ, വളരെ മോശം സാഹചര്യത്തിൽ താങ്കളെ കാണുകയും നിങ്ങൾ രണ്ടുപേരും കാണുകയും ആ ഫോൺ നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങളിപ്പോ ജനങ്ങളാ, അവിടുത്തെ പൊതുജനങ്ങളാ. നിങ്ങളെ ഒരു ഇത് ഞങ്ങള് എന്താ പറയുക, സദാചാര ഗുണ്ടായിസം കാണിച്ച് നിങ്ങളെ ഫോൺ തട്ടിപ്പറിച്ച് ഞങ്ങള് ഭാര്യനെ വിളിക്കുകയാണ്. ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. ഇവര് സത്യത്തിൽ ഇങ്ങനെ പോയെന്ന് വല്ലതും യഥാർത്ഥത്തിൽ ആരെങ്കിലും വിളിച്ചാൽ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു പ്രതികരണം? എന്തായിരിക്കും? ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അത്ര വിശ്വാസ ഭർത്താവിനെ? ഭർത്താവിന് അത്ര വിശ്വാസമുള്ള ഒരാളാണല്ലോ ഇപ്പൊ കൂടിയുള്ളത്. ഇവരെ വിശ്വസിക്കരുത്, ഇവന്മാരുടെ ഉദ്ദേശം വേറെയാ. ജേണു ചേച്ചിനെയോ? എനിക്ക് നല്ല വിശ്വാസം. നല്ല വിശ്വാസം അല്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത്രത്തോളം സ്നേഹിക്കുകയും ഇത്രത്തോളം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടിയ താങ്കൾ വളരെ വളരെ ഭാഗ്യവാനാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.